ഹായ് ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാലേ ഞാനൊരു ഡേ കാണിച്ചു തരാൻ വിചാരിച്ചു. നീ ഒറ്റക്കാട്ടോ ഫുഡ് ഉണ്ടാക്കുന്നത് വെച്ച് അറിയില്ല, ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പം ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്നതും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കാണിക്കാൻ പറ്റിയില്ല. അപ്പം ഇനി അങ്ങോട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്യലൊക്കെ കഴിഞ്ഞു കേട്ടോ. വാഷ് ചെയ്യാനുള്ളതൊക്കെ വാഷ് ചെയ്തിട്ടു കേട്ടോ. ഇനി കുറേ ഡ്രസ്സൊക്കെ മടക്കി വെക്കാണ്ട് കേട്ടോ. ഞങ്ങൾ ഇന്നലെ ആട്ടോ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഒരുപാട് ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ മടക്കി വെക്കാണ്ട് കേട്ടോ. അപ്പോൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മടക്കി വെക്കണം. അപ്പോൾ ചോറ് വിസിലടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ, ചോറ് ഇതാകും. പിന്നെ ചുടുവെള്ളം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ കറിക്ക് കുമ്പളങ്ങ കറി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് തേങ്ങ അരക്കണം. അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ ഇങ്ങനെ ഇരുന്നാൽ പിന്നെ അങ്ങ് പണിയൊന്നും ഒതുങ്ങൂല. അപ്പോൾ വേഗം കൊണ്ട് പണി തീർക്കാൻ വിചാരിച്ചുകൊണ്ട് ഞാൻ കുക്കറിൻ്റെ വിസിലാണ്ട് കളയാണ് കേട്ടോ. കുക്കറിൻ്റെ വിസിൽ കളഞ്ഞാണ്ട് ചോറ് അങ്ങോട്ട് ഊറ്റിച്ചാൽ തന്നെ നമ്മളെ പകുതി പണിയാണ്ട് കഴിഞ്ഞ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി തന്നെ കാബേജും മരിഞ്ഞാണ്ട് കാബേജ് ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പോൾ ചോറ് കുക്കറിൽ പാകത്തെ വേവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. റേഷൻ കടയത്തെ അരി തന്നെയാണ്. അപ്പോൾ പാകത്തെ വേവിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുക്കറിലാണ് വിചാരിച്ചിട്ട് വേവ് ഏറിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ കഞ്ഞിക്കുള്ളത് മാറ്റിച്ചങ്ങാണ്ട് ചോറിനുള്ളതും കൂടിയാണ്ട് ഊറ്റാണ് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് വെള്ളം കൂടി കൈക്ക് പറങ്ങാണ്ട് ചോറാണ്ട് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ വേഗം. അങ്ങനെ പിന്നെ ചോറ് ഊച്ചിനീൻ്റെ അടി കൂടി തന്നെ ക്യാബേജും കൂടി അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ വേഗം പണിയൊക്കെ കഴിഞ്ഞോളും. ചോറ് ഇവിടെ ഊറ്റുമ്പോൾ തന്നെ ക്യാബേജ് ഒക്കെ അരിയും ചെയ്യുക. അപ്പോൾ ഞാൻ ക്യാബേജ് അരിനീൻ്റെ മുമ്പ് തന്നെ നല്ലോണം കേൾക്കുകയാണ് കേട്ടോ. ക്യാബേജിൽ നല്ല മരുന്നടിച്ചുന്ന സാധനമാണ്. അപ്പോൾ നല്ലോണം കേൾക്കണം. അപ്പോൾ അരിഞ്ഞിട്ടും കേൾക്കൂട്ടഞ്ഞ്. അപ്പോൾ അരിനീൻ്റെ മുമ്പ് തന്നെ ഞാൻ ഒരു വട്ടം കേൾക്കുകയാണ്. നിങ്ങളൊക്കെ എങ്ങനെയാണ് കേൾക്കലെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അരിഞ്ഞിട്ടും അരിനീൻ്റെ മുമ്പൊക്കെ കേൾക്കലുണ്ടോ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ക്യാബേജൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കണം. പിന്നെ ഞാൻ ചട്ടി വെച്ചുകൊണ്ട് അതിക്ക് കടുകും വെളിച്ചെണ്ണയ്ക്ക് കടുകും കരിയേപ്പ് ഇട്ടുകൊണ്ടാണ് പൊട്ടിച്ചുകൊണ്ട് കുറച്ച് മഞ്ഞളും ഇപ്പും ഇട്ടുകൊണ്ട് അത് ക്യാബേജ് അങ്ങോട്ട് വെക്കുക കേട്ടോ. എന്നാൽ പിന്നെ ഉപ്പേരി ആവും കഞ്ഞിക്ക്. അങ്ങനെ പിന്നെ കൂട്ടാനൊക്കെ ആയപ്പാലത്തിന് ചോറൂറ്റലും കഴിഞ്ഞിട്ടോ. അതുകൊണ്ട് ആ പണിയൊക്കെ അങ്ങോട്ട് ഒപ്പം തന്നെ അങ്ങോട്ട് കഴിഞ്ഞിട്ടോ. നമ്മളൊരു പണി എടുക്കുമ്പോൾ തന്നെ മറ്റൊരു പണി മനസ്സിൽ കണ്ടാൽ വേഗം അങ്ങോട്ട് പണി അങ്ങ് തീർന്നു പോയിക്കോളും. അങ്ങനെ പിന്നെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ തന്നെ പാത്രമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. അടുക്കള ആകെ ക്ലീൻ ചെയ്യാനാവും. അപ്പോൾ എന്നാൽ അടുക്കളയൊക്കെ കണ്ട് ക്ലീൻ ചെയ്യൽ കഴിച്ചിട്ട് വിചാരിച്ചുകൊണ്ട് വേണ്ട ക്ലീൻ ചെയ്യാണ്. അങ്ങനെ പിന്നെ ചോറച്ച പാത്രം കുടിക്കും കൊട്ടക്കയിലൊക്കെ മോറലൊക്കെ കഴിഞ്ഞെടുത്തിട്ടോ. പിന്നെ ഞാൻ പാത്രം മുറിഞ്ഞിട്ട് ഇടയിൽ കൂടി തന്നെ ക്യാബേജ് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അത് കരിഞ്ഞ് കരിക്കാട്ടിയാവും. ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോവാണ് കേട്ടോ. ഞാൻ വാങ്ങി ചാവിട്ട് പോയി. പിന്നെ അങ്ങനെ വന്നതിന് ശേഷം കഞ്ഞി കുടിച്ചാൽ വിചാരിച്ചിട്ടോ. കഞ്ഞി നല്ല മാങ്ങാ ചമ്മന്തി ഉണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങാക്കാലം ആയതുകൊണ്ട് മാങ്ങയുണ്ടല്ലോ നല്ലോ എല്ലായിടത്തും മാങ്ങട്ടാണ്ട്. അപ്പോൾ മാങ്ങയും ചെമ്മീനും ഇട്ട ചമ്മന്തി ഉണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ഉച്ചക്കുള്ള മീൻ മസാല കൂട്ടിയേക്കാൻ വിചാരിച്ചു. മീൻ മസാല കൂട്ടിയേക്കലും കഴിഞ്ഞ് പിന്നെ അതങ്ങ് പൊച്ചും ചെയ്തിട്ടോ. പൊരിച്ചലും കൂടി കഴിഞ്ഞാൽ പണിയാണ്ട് കയ്യോലോ ജസ്റ്റാണ്ട് അതങ്ങ് പൊച്ചും ചെയ്ത് പിന്നെ അതോടുകൂടി അടുക്കളയിലെ പണി കഴിഞ്ഞിട്ടോ. അങ്ങനെ പിന്നെ മീൻ പൊരിച്ച് മീൻ്റെ അടിയിൽ കൂടി തന്നെ കറിക്കുള്ള തേങ്ങ അരച്ച് കറി അങ്ങോട്ട് തൂമിച്ചും ചെയ്തിട്ടോ. ഞാൻ ഇപ്പോൾ ഉള്ളിട്ടാണ് തൂമിച്ചത്. നിങ്ങളവിടെയൊക്കെ എങ്ങനെ കടുകിട്ടുകൊണ്ടാണോ ഉള്ളിട്ടുകൊണ്ടാണോ തൂമിച്ചത് പറയണ്ടേ. ഞാൻ കടുകിട്ടും തൂമിച്ചലുണ്ട് ഉള്ളിട്ടും തൂമിച്ചലുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളവിടെയൊക്കെ എങ്ങനെയാണെന്നും കൂടി കമൻറ്റ് ചെയ്യണം കേട്ടോ. കഞ്ഞി കുടിച്ച പാത്രങ്ങളൊക്കെ അപ്പം തന്നെ അങ്ങ് മുറിച്ചിട്ടോ. എന്നാൽ പിന്നെ മോറാണ്ടാവില്ലല്ലോ അടുക്കളയ്ക്ക് വരുമ്പോൾ. അപ്പോൾ വൈകുന്നേരം ഒരു 5 മണി 5:30 ആയിട്ടോ സമയം. അപ്പോൾ ഞാൻ പോയിട്ട് ചായക്കടി ഉണ്ടാക്കട്ടെ കേട്ടോ. ബ്രെഡ് പൊരിയാണ് ഉണ്ടാക്കുന്നത്. 5:30 ബ്രെഡ് പൊരി ഉണ്ടാക്കുന്നത്. ഞാൻ അതിന് മുന്നേ ബ്രെഡ് പൊരി ഉണ്ടാക്കുന്നത് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് കേട്ടോ. ചാനലിലുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തുകൊണ്ട് തേങ്ങാപ്പാലിക്ക് മുട്ട വലിക്കാണ്ട് മുട്ടയ്ക്ക് കുറച്ച് പഞ്ചസാരയും മഞ്ഞളും ഇട്ടുകൊണ്ട് ഇതാക്കി മിക്സ് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ബ്രെഡ് അതിലോട്ട് മുക്കി പൊരിച്ചാണ്. എല്ലാവർക്കും അറിയാമല്ലോ ബ്രെഡ് എങ്ങനെയാണ് പൊരിച്ചല്. അപ്പോൾ മക്കളെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമാക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ബൈ, സീ യു.